പ്രതിഷേധം, സങ്കടം, അതിന് നടുവിൽ ഒരു ചെറിയ സന്തോഷം. ഹായ്, ഞാൻ BS കിഷോർ. നിതിൻ രാജിൻ്റെ മരണം നടന്നിട്ട് ഇത്രയും നാളായിട്ടും എന്തുകൊണ്ടാണ് ഇന്നും പ്രതികളെ പിടിക്കാത്തത്? എത്ര വിദ്യാർത്ഥികളാണ് റാമിനെതിരെ പരാതി പറഞ്ഞത്? എത്ര ശബ്ദങ്ങൾ അവഗണിക്കപ്പെട്ടു? ഇതൊരു ചോദ്യം മാത്രമല്ല, ഒരു പ്രതിഷേധമാണ്. പ്രതിഷേധം, സങ്കടം, അതിന് നടുവിൽ ഒരു ചെറിയ സന്തോഷം. കേരളത്തിൻ്റെ പ്രിയപുത്രൻ നിതിൻ രാജിനെ കുറിച്ച് ഞാൻ AI ഉപയോഗിച്ച് തയ്യാറാക്കിയ പ്രതിഷേധ വീഡിയോ ഇന്ന് ഇൻസ്റ്റഗ്രാമിൽ 1 മില്യണിൽ കൂടുതൽ ആൾക്കാർ കണ്ടു. 5200 ലൈക്കുകൾ, 300 പരം കമൻറ്റുകൾ, 1200 പരം ഷെയറുകൾ. ഇത് വെറും നമ്പറുകളല്ല, ഇതൊരു സമൂഹത്തിൻ്റെ ഉണർന്ന മനസ്സാക്ഷിയാണ്. നിതിൻ എനിക്കൊരു സഹോദരനായിരുന്നു. അവനെ നഷ്ടപ്പെട്ടത് ഒരിക്കലും പൂരിപ്പിക്കാനാകാത്ത ശൂന്യതയാണ്, സങ്കടമാണ്. പക്ഷേ ഈ ശബ്ദം 1 മില്യൺ ആൾക്കാരിലേക്ക് എത്തിക്കാനായതിൽ ഒരു ചെറിയ പ്രതീക്ഷയുണ്ട്, ഒരു ചെറിയ സന്തോഷമുണ്ട്. ഈ വീഡിയോയ്ക്ക് താഴെ പ്രതികരിച്ചത് ഏറ്റവും കൂടുതൽ പുതിയ തലമുറയിൽപ്പെട്ടവരാണ്. അവരോടൊപ്പം നിൽക്കുന്നതിൽ എനിക്ക് അഭിമാനമുണ്ട്. കാരണം മതവും രാഷ്ട്രീയവും വിശ്വസിക്കുന്നവർക്ക് അതിൻ്റേതായ സ്ഥാനമുണ്ടാകാം. പക്ഷേ കാലഹരണപ്പെട്ട അന്ധമായ ജാതി ചിന്തകളും മതവിശ്വാസങ്ങളും രാഷ്ട്രീയ അന്ധതകളും ഇന്ന് പൊളിഞ്ഞു വീഴുകയാണ്. ഇന്ന് നാം AI എത്തിയിരിക്കുന്നു. നാളെ AGI പോകും, ആർട്ടിഫിഷ്യൽ ജനറൽ ഇൻ്റലിജൻസ്. പുതിയ സ്വപ്നങ്ങളുമായി വ്യക്തമായ ലക്ഷ്യത്തോടെ മുന്നേറുന്ന യുവതലമുറ, അവരാണ് നമ്മുടെ നാളെയുടെ പ്രതീക്ഷ. അവർക്ക് ജാതിയും മതവും രാഷ്ട്രീയവും ജീവിതത്തിൻ്റെ കേന്ദ്രമല്ല, അവർക്ക് വലുത് മനുഷ്യത്വമാണ്. പഴയ തലമുറ ദയവായി അവരിലേക്ക് വിഷം വിതറരുത്. അവരെ സ്വതന്ത്രമായി ചിന്തിക്കാൻ അനുവദിക്കൂ, അവരെ പറക്കാൻ അനുവദിക്കൂ, സ്വപ്നങ്ങൾ കാണാൻ അനുവദിക്കൂ. ഇവിടെ 2 ജാതികളേ ഉള്ളൂ, സ്ത്രീയും പുരുഷനും. ഒരു മതമേ ഉള്ളൂ, മനുഷ്യത്വം. വിദ്യാസമ്പന്നമായ കേരളത്തിൽ റാമിനെയും സംഗീതയെയും പോലുള്ള അധ്യാപകർ നമ്മുടെ സമൂഹത്തിൻ്റെ ഒരു മുന്നറിയിപ്പാണ്, നമ്മുടെ സമൂഹത്തിനൊരു മുന്നറിയിപ്പാണ്. ഇനിയും എത്ര നിതിന്മാർ, എത്ര ക്യാമ്പസുകൾ, എത്ര ശബ്ദങ്ങൾ മിണ്ടാതിരിക്കും. നിതിൻ്റെ ശബ്ദ സന്ദേശം കേൾക്കുമ്പോൾ അവനൊരു പുലിക്കുട്ടിയായിരുന്നു എനിക്ക് തോന്നി. അനീതിക്കും അവഗണനയ്ക്കുമെതിരെ ശബ്ദമുയർത്തിയ, മുട്ടുമടക്കാത്ത ധൈര്യമുള്ള സമർത്ഥനായ വിദ്യാർത്ഥി. അവൻ്റെ സ്വപ്നങ്ങൾ, അവകാശം നിഷേധിച്ചവർ തന്നെ തകർത്തു കളഞ്ഞു. ഇനി ഇത് ആവർത്തിക്കാതിരിക്കാൻ പ്രത്യേകിച്ച് മാനേജ്മെൻറ്റ് സ്ഥാപനങ്ങളിൽ കർശനമായ നിയമങ്ങളും നിയമ സംവിധാനങ്ങളും വേണം. അത് കൃത്യമായി നടപ്പാക്കുകയും വേണം. ഏപ്രിൽ 28 നടക്കുന്ന ഹർത്താലിൽ നിതിന് നീതി ആവശ്യപ്പെട്ടുകൊണ്ട് നമ്മൾ ഓരോരുത്തരും ശബ്ദമാക്കണം. എപ്പോഴും പറയുന്നത് പോലെ ഇനി ഒരു നിതിൻ ഉണ്ടാകരുത്. അതിനുവേണ്ടി നമ്മൾ മാറണം, നമ്മൾ സംസാരിക്കണം, നമ്മൾ നിൽക്കണം. ജാതിക്കും മതത്തിനും വർണ്ണത്തിനും ലിംഗത്തിനും അതീതമായി ഒരു പുതിയ പുലരിക്കായി നമുക്ക് കൈകോർക്കാം. നിങ്ങളുടെ അഭിപ്രായം അറിയിക്കുക. ഈ ശബ്ദം നിർത്തരുത്.